വെൽക്കം ബാക്ക് ടു ഗ്രേപ്സ് ഐഡിയമാർ. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? പലപ്പോഴും നമ്മൾ ഫാരൻഹീറ്റിലൊക്കെയാണ് പറയുക. നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അത് ഫാരൻഹീറ്റിൽ പറയണം. ഒരു 98 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ട്. പനി 102 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് വെള്ളം തിളയ്ക്കുന്നതിനുള്ള 100 ഡിഗ്രി സെൽഷ്യസോട്ടൊന്നും ഒരു ബന്ധമില്ല എന്ന്. കാരണം സെൽഷ്യസിൽ പറയുമ്പോൾ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ 37 പോയിൻറ്റ് സംതിങ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ടെമ്പറേച്ചറിനെ കുറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂ സയൻറ്റിഫിക്കലി കെൽവിനാണ്. ഒരു 310 പോയിൻറ്റ് സംതിങ് 310.65 കെൽവിനൊക്കെയാണ് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ, നോർമലി ഉള്ള നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. അപ്പോൾ ഈ 310 കെൽവിൻ ബോഡി ടെമ്പറേച്ചർ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാനൊരു ഇത്ര ഭയങ്കര ചൂടാണോ നമ്മുടെ ശരീരത്തിന്? കാരണം അത് അബ്സല്യൂട്ട് സീറോയിൽ നിന്നുള്ള വേരിയേഷനാണ്. -273 ഡിഗ്രി സെൽഷ്യസ് ആണ് റിയലി അബ്സല്യൂട്ട് സീറോ. ഒരു പദാർത്ഥത്തിൻ്റെ കംപ്ലീറ്റ് ടെമ്പറേച്ചറിനെയും മാറ്റി കഴിഞ്ഞാൽ അത് ഒരു ചൂട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ആറ്റംസിൻ്റെ വൈബ്രേഷൻസ്, ആ കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച്, ആ വൈബ്രേഷൻ കൂടുന്നതനുസരിച്ച് ചൂട് കൂടും. ആ വൈബ്രേഷൻ കുറയുന്നതനുസരിച്ച് ചൂട് കുറയും. അങ്ങനെ ഒരു തന്മാത്രയിലുള്ള ആറ്റങ്ങളുടെ എല്ലാം വൈബ്രേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ആ കൈനറ്റിക് എനർജി ലെവലിനെ നമ്മൾ മാക്സിമം ഇല്ലാതാക്കിയ ഒരു സാഹചര്യം. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നത് കാണാം. കാരണം ശരീരത്തിന് ആ പ്രിവെൻറ്റീവ് മെക്കാനിസംസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് ആ ഊഷ്മാവിനെ ഉയർത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സെൽസ് എല്ലാം തന്നെ വളരെ ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ആ ഓരോ സെൽസിലും ഉള്ള ആറ്റംസ് വളരെ സ്പീഡിന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുക, അല്ലെ ഇലക്ട്രോണിക്സ് ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. സോ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളുടെ സ്പീഡ് വളരെ കൂടുന്നുണ്ടാവും. ഇതൊരു സ്വാഭാവികമായ ശരീരത്തിൻ്റെ പ്രവർത്തനമാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ അത്തരത്തിലൊരു എനർജി യൂട്ടിലൈസേഷനാണ് നമ്മുടെ സെൽ റീപ്രൊഡക്ഷൻസ്, നമ്മുടെ വളർച്ച, ഇതെല്ലാം തന്നെ. അത്തരത്തിൽ സെൽ റീപ്രൊഡക്ഷൻസ് വളരെ ഫാസ്റ്റ് ആകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ക്യാൻസറസ് ആയിട്ടുള്ള സാഹചര്യം എന്നൊക്കെ പറയുന്നത്. കാരണം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മുടെ റീപ്രൊഡക്ടിവിറ്റി ഓഫ് സെൽസിന് കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മുടെ DNA ആർക്കിടെക്ചർ ചേഞ്ച് വരുന്ന സമയത്താണ് ഈ ഒരു വ്യത്യാസം. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ എങ്ങനെയാണത് സംഭവിക്കുന്നതെന്ന് നോക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൂടുന്നതനുസരിച്ച് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏജിങ് ഫാക്ടറും കൂടെ കൂടുന്നുണ്ടാവും. കാരണം നമ്മുടെ സെല്ലുകൾ അത്തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അതിൽ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മ്യൂട്ടേഷൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആക്ടിവിറ്റീസ് സഡനായിട്ടൊരു ദിവസം നിന്നുപോയി എന്ന് വിചാരിക്കുക. അബ്സല്യൂട്ട് സീറോയിൽ നമ്മുടെ ബോഡി എത്തി. 10 കൊല്ലം കഴിഞ്ഞ് ഈ ബോഡി എടുത്തിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു എന്ന് നമ്മൾ സങ്കല്പിക്കുക. എവിടെയാണോ 10 കൊല്ലം മുമ്പ് നിന്നത് അവിടെ നിന്ന് തന്നെയായിരിക്കും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവിടെ ഒട്ടും എനർജി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ സെൽ റീപ്രൊഡക്ഷൻസിൻ്റെയൊക്കെ മ്യൂട്ടേഷൻ ആ നിന്ന സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഏജിങ് ഫാക്ടേഴ്സ് അവിടെ 10 കൊല്ലം പുറകിലായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ പഴയ ചില വേദസംഹിതകളിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം നമ്മൾ വിഘ്നേശ്വര പ്രതിമ നമുക്കറിയാമല്ലോ. വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിൻ്റെ പാഠപുസ്തകമാണെന്നുള്ളത്. അവിടെ ആനരൂപിയാണെങ്കിലും എലിക്കുമേൽ യാത്ര ചെയ്യാൻ കഴിയും. ആ തുമ്പിക്കൈ നമ്മുടെ മൂക്കിന് സാധാരണ മൂക്കിൻ്റെ 7 മടങ്ങ് നീളം തുമ്പിക്കൈ പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ശ്വാസം കയറി ഇറങ്ങി പോകുന്നതിന് വളരെ സമയമെടുക്കുമായിരുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് ഇത്ര ശ്വാസം എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ മന്ദഗതിയിൽ ശ്വസിച്ചാൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ പറ്റും, നമ്മുടെ തന്നെ ആയുസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ആ തത്വസംഹിത പറയുന്നത്. അതുപോലെ നമുക്കിവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അമിതമായി ഉപയോഗിക്കേണ്ടി വരുന്ന, സ്പീഡിന് ഉപയോഗിക്കേണ്ടി വരുന്ന, നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്ന, നമുക്ക് കോപിക്കേണ്ടി വരുന്ന, നമുക്ക് അസ്വസ്ഥപ്പെടേണ്ടി വരുന്ന
ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളുടെ ഏജിങ് ഫാക്ടറിനെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും വളരെ ടെൻഷനുള്ള ജോലികൾ ചെയ്യുന്നവർ വളരെ പെട്ടെന്ന് ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അവരുടെ ബോഡിയിലും പെരുമാറ്റത്തിലും വരാറുണ്ട്. ചെറുപ്പത്തിൽ തന്നെ വളരെ വയസ്സായതുപോലെ അവരെ കാണാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലുകളിലേക്ക് പേഷ്യൻസ് വരുന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ, അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ ഒക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് അവിടെയുണ്ട്. നമ്മൾ ടെൻഷനാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഒരു മെയിൻറ്റെയിനിങ് ഓഫ് സിറ്റുവേഷൻസ് വളരെ വിഷമത്തിലായിട്ട് നമ്മളുടെ ഏജിങ് ഫാക്ടറിനെ അത് ബാധിക്കാറുണ്ട്. ഇവിടെയാണ് ഒരു കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ തരുന്ന ഒരു ഫ്രീഡം. ഗ്രേപ്സ് നമ്മുടെ ഹോസ്പിറ്റലുകളെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഫ്രീ എൻവയോൺമെൻറ്റ്, പേഷ്യൻസിൻ്റെ ഇൻഫർമേഷൻസ് ഒരു സിംഗിൾ ടാപ്പിൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് അവരോട് ഡീൽ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒഴിവാകും. കമ്മ്യൂണിക്കേഷൻ കുറയുന്നതനുസരിച്ചാണ് പല പ്രോബ്ലംസും ഹോസ്പിറ്റലിൽ ക്രിയേറ്റഡ് ആകുന്നത്. സോ നമുക്കൊരു സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ തരുന്ന ട്രാൻസ്പെറൻസി ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്, ആക്യുറസി ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്, സ്പീഡ് ഓഫ് ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യൻ്റ് ആൻഡ് ദർ ട്രീറ്റ്മെൻറ്റ്. ആ ഒരു മേഖലകളിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ഫ്രീഡമാണ് ഒരു പേപ്പർ ഫയലിൽ നിന്ന് കമ്പ്യൂട്ടറൈസേഷനിൽ എത്തിയിട്ട് ആ കമ്പ്യൂട്ടറൈസേഷൻ യൂസ്ഡ് ആയ ഒരു ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനിലേക്ക് വന്ന് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ, എസ്പെഷ്യലി ഇൻ ഗ്രേപ്സ്, നമുക്ക് കിട്ടുന്ന വലിയൊരു ഇൻഫർമേഷൻ പൂളുണ്ട് അവിടെ. അത് നന്നായി പേഷ്യൻസിനോടും ബൈസ്റ്റാൻഡേഴ്സിനോടും മാനേജ്മെൻറ്റിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു എംപ്ലോയിയെ പ്രാപ്തമാക്കും. അതോടുകൂടി തന്നെ ആവശ്യമില്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളും എനർജി യൂട്ടിലൈസേഷനും നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകും. അത്തരത്തിൽ അനാവശ്യമായി നമ്മുടെ എനർജി ഉപയോഗിക്കപ്പെടാതെ നമ്മൾ വളരെ കൂളാകുമ്പോൾ, നമ്മുടെ ടെമ്പറേച്ചർ താഴേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സ്വസ്ഥമായ ഒരു പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഗ്രേപ്സ് ആക്ച്വലി ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ പേഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ എംപ്ലോയീസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിൻ്റെ സ്പാൻ കൂട്ടുന്നതിന്, അനാവശ്യമായ ടെൻഷനുകൾ ഒഴിവാക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ചെറുപ്പമാക്കി നിലനിർത്തി മനോഹരമായ സ്വസ്ഥമായ ഒരു പ്രൊഫഷണൽ ലൈഫിന് സഹായിക്കുന്നുണ്ടാവും.